നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ എഗ് മസാല മുളക് ബജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യമായിട്ട് 2 കപ്പ് കടലമാവ് എടുക്കണം. എന്നിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യണം. ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായം, 1/2 കപ്പ് അരിപ്പൊടി, പിന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഫോർക്ക് വെച്ച് മിക്സ് ചെയ്യണം. ഉപ്പുകൂടെ ആഡ് ചെയ്യണേ. അടുത്തതായിട്ട് ബജി ഉണ്ടാക്കാനുള്ള മുളകെടുക്കാം. ഞാനിവിടെ 10 മുളക് നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകി വച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് എഗ് മസാല ഉണ്ടാക്കാൻ ആദ്യം 3 മുട്ട എടുക്കണം. അത് കഴിഞ്ഞ് 4 സവാള, 1 തക്കാളി, കുറച്ച് മല്ലിയില, പിന്നെ 4 വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും. എന്നിട്ട് ഇതെല്ലാം ചെറുതായിട്ട് അരിയണം. ഇത് ഞാൻ അരിഞ്ഞു വച്ചിരിക്കുന്നതാണ് എല്ലാം. അത് കഴിഞ്ഞ് ഒരു പാൻ ചൂടാക്കണം. എന്നിട്ട് അതിലോട്ട് എണ്ണ ഒഴിക്കണം. എന്നിട്ട് നമ്മളെടുത്തിരിക്കുന്ന മുട്ട എടുത്ത് അതിലിട്ട് നന്നായിട്ടൊന്ന് കിണ്ടിയെടുക്കണം. ഈ കിണ്ടിയ മുട്ട നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കണം. എന്നിട്ട് വീണ്ടും പാൻ ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ച് അതിലോട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് ആദ്യം ഇടണം. അത് കഴിഞ്ഞ് കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇടണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരുവിധം വഴലുമ്പോൾ അടുത്ത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിൽ ചേർക്കണം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതിൽ ആഡ് ചെയ്യണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ തക്കാളി ആഡ് ചെയ്യണം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊടികൾ ആഡ് ചെയ്യണം. ആദ്യം 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യണം. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അത് കഴിഞ്ഞിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മസാല, ഗരം മസാലയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന മുട്ട ഇതിലോട്ട് ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ആഡ് ചെയ്യുക. എന്നിട്ട് മിക്സ് ചെയ്ത് അടുത്തതായിട്ട് മുളകൊന്ന് കീറിയെടുക്കണം. ഇത് കീറി വച്ചിരിക്കുന്ന മുളകാണ്. ഓരോ മുളകായിട്ട് എടുത്ത് അതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന എഗ് മസാല സ്റ്റഫ് ചെയ്ത് വയ്ക്കണം.
ഇത് ഞാനിവിടെ സ്റ്റഫ് ചെയ്ത് വച്ചിരിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചീനച്ചട്ടി എടുത്ത് ചൂടാക്കി എണ്ണ ഒഴിക്കണം. എന്നിട്ട് ഓരോ മുളകായിട്ട് മാവിൽ മുക്കിയിട്ട് പൊരിക്കണം. മറിച്ചിടണം. ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ടുകൊണ്ടിരിക്കണം. എന്നാലേ മുളക് നന്നായിട്ട് വേവുള്ളൂ. അങ്ങനെ നമ്മളെ മുളക് ഇവിടെ റെഡിയായിരിക്കുകയാണ്. മുളക് ബജി റെഡിയായിരിക്കുകയാണ്. അടുത്ത് നമുക്ക് ചട്നി ഉണ്ടാക്കാനുള്ളത് നോക്കാം. ആദ്യമായിട്ട് ഒരു സവാള എടുക്കണം. പിന്നെ 3 വെളുത്തുള്ളി. എന്നിട്ട് ഈ വെളുത്തുള്ളി ഒരു ജാറിലിട്ടിട്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതും ജാറിലോട്ടാക്കണം. എന്നിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യണം. ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വിനാഗിരി. എന്നിട്ട് അത് മിക്സിയിലിട്ട് അരച്ച് അങ്ങനെ നമ്മളെ ചട്നി ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.